ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. വൺസ് അഗൈൻ ഇത് സ്വിച്ച് ഓൺ ക്രിയേഷൻസിന്റെ ഒരു പുതിയൊരു എപ്പിസോഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആദാമിന്റെ ചായക്കടയുടെ മുമ്പിലാണ്. വളരെ വലിയൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. കാരണം ക്രിസ്മസിന്റെ അവധിക്ക് കുറേയധികം ഫാമിലീസും റിലേറ്റീവ്സും എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യേണ്ട ഒരു വേദി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ യൂട്യൂബ് ചാനലായ സ്വിച്ച് ഓൺ ക്രിയേഷൻസ് തന്നെ മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യുക. ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ആദാമിന്റെ ചായക്കടയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം കോഴിക്കോട് ആണ് ഫസ്റ്റ് നമ്മൾ ആദാമിന്റെ ചായക്കട തുടങ്ങിയത്. ഇതിന്റെ ഒരു ഇമിറ്റേറ്റ് ആയിട്ട് കേരളത്തിന്റെ പല ഭാഗത്ത് അങ്ങോളം ഇങ്ങോളം ചെറിയൊരു ആദാമിന്റെ ചായക്കട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കോഴിക്കോടുള്ള ഈ ആദാമിന്റെ ചായക്കട തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടത്. എല്ലാവരും ഇവിടെ വരിക, ആസ്വദിക്കുക. ഈ ഒരു അവധിക്കാലം, ക്രിസ്മസിന്റെ അവധിക്കാലം പിള്ളേരൊട്ട് വന്നിട്ട് മക്കളായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് ഡെലീഷ്യസ് ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു ഹൈലൈറ്റും കൂടെ ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചുള്ളത്. ആ ബീച്ചിലേക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 അടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഒരു പഴയ ഒരു എനിക്ക് യഥാർത്ഥ ഒരു ഓട്ടോറിക്ഷയാണ്. അതിന്റെ ഫ്രണ്ടൊക്കെ പൊളിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് നൊസ്റ്റാൾജിക് ഫീലിങ്സ് വരുത്തത്തക്ക രീതിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇത് കാണുക, ആസ്വദിക്കുക. കുറെ പേര് ഇതിനകത്തുനിന്ന് ഇങ്ങനെ വിലയിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, കാരണം പിള്ളേർക്ക് വേണ്ടിയുള്ളൊരു വേദിയാണത്. ഓക്കെ, പിന്നെ അതേപോലെ ടുഡേ സ്പെഷ്യൽസ് ഉണ്ട്. കോഴി നിറച്ചത്, സീ ഫുഡ് പ്ലാറ്റർ, മണവാട്ടി ചിക്കൻ റോസ്റ്റ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള മണവാട്ടി ചിക്കൻ റോസ്റ്റ് എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ അതിലെ പഴംപൊരി ചിക്കൻ, ചിക്കൻ മിഠായി ഉണ്ട്, ദുനിയാവിലെ ചിക്കൻ, പാൽക്കപ്പ, ചിക്കൻ ബീഫ്, പൊടി ബിരിയാണി, ചെമ്മീൻ കിഴി, ചട്ടി ഫലൂദ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അത് കേരളത്തിൽ തന്നെ കോഴിക്കോടുള്ള ഈ ആദാമിന്റെ ചായക്കട മാത്രമുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഓക്കെ, താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ ബജാജിന്റെ ഒരു പഴയ സ്കൂട്ടുണ്ട്. അവരത് നല്ല രീതിയിൽ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഷോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രണ്ട് ലെവലിൽ തന്നെ ഉണ്ട്. ഇത് വളരെ നല്ലൊരു സെറ്റപ്പാണത്. എല്ലാവർക്കും ആസ്വദിക്കാം. ഒരു ബെഞ്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പണ്ടൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ചായ കുടിക്കാമായിരുന്നു. ഇപ്പൊ അവർ ആ സെറ്റപ്പൊക്കെ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇവരത് പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചായ ഒക്കെ പുറത്തുനിന്ന് കുടിക്കാമായിരുന്നു. ഇപ്പൊ കോവിഡിന്റെ പിന്നെ ആ ഒരു റെസ്ട്രിക്ഷൻസ് മാറി വളരെ ഫ്രീ ആയി. അപ്പൊ ഇതിവരെ പുറത്ത് ഉണ്ട്. ഇനിയിപ്പോ നാളെ ഇവരെ വീണ്ടും ഇവിടെ ചായയുടെ ചെറിയ സെറ്റപ്പ് തുടങ്ങുമെന്ന് അറിയില്ല. അതിന് വേണ്ടിയുള്ളൊരു ബെഞ്ചാണത്. ഓക്കെ, നിന്നുകൊണ്ട് ചായ കുടിക്കാം. ഓക്കെ, ഗതകാല സ്മരണകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഷോ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 60-70 കാലഘട്ടങ്ങളിൽ, എനിക്ക് തോന്നുന്നു 80കളുടെ തുടക്കം 90കളുടെ ആ ഒരു അന്ത്യത്തോടു കൂടി ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അപ്രത്യക്ഷമായി. ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് പഴയ ആൾക്കാർക്ക് സുപരിചിതമായുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പണ്ടൊക്കെ ഇവരത് വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോ ജനറേഷൻ ഇതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാൻ പറ്റി എന്ന് വരില്ല. ഇതൊക്കെ വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിന്നെ നമ്മളൊരു റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഇത് കേരളത്തിൽ ഇതിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പഴയ കാലത്ത് നടക്കാത്തൊരു ഷോപ്പുണ്ട്. അത് നമ്മളുടെ ഗതകാല സ്മരണകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബ്ലോക്ക് തന്നെയാണ്. ഇങ്ങനെ പണ്ട് 50-60 കാലഘട്ടങ്ങളിൽ നമ്മൾ പഴയ വീടുകളിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഷോപ്പ് തന്നെയാണത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു എന്താ പറയാ, ഒരു കിനാവിലെ നാസ്ത രചനാ സംവിധാനം. അതായത് സിനിമയുടെ നമ്മൾ ഒരു അവതാരിക പോലെയുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു വളരെ നൊസ്റ്റാൾജിക് ഉള്ളൊരു ഫീലിങ്സ് ആണ്. കിനാവിലെ നാസ്ത എന്ന് പറയുന്നത് രചനാ സംവിധാനം പേപ്പർ ചെയ്തിട്ട് നമ്മളുടെ സ്വന്തം ചെയ്തിട്ട് നിർമ്മാണ ആദാമിന്റെ ചായക്കട. അഭിനേതാക്കൾ കൂന്തൽ, കല്ലുമുഖയൻ, ചെമ്മീൻ, ഞണ്ട്, കോഴി തുടങ്ങിയ വൻ താരനിര. അതാണ് വൻ താരനിര, അവിടെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പ്രദർശനം അതും വളരെ നൊസ്റ്റാൾജിക്കാണ്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 11:30 വരെ വരുവിൻ ആസ്വദിക്കും. നമ്മുടെ ആദാമിന്റെ ചായക്കടയിലേക്ക് 2 അഡ്രസ്സാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു അഡ്രസ്സാണ്. ഇത് വഴി നേരെ AC-യിലേക്കാണ് പോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ പഴയ കാലത്തുള്ള ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഒരു വാതില്, പിന്നെ അതുപോലെ മരത്തിന്റെ ഫർണിച്ചറുകൾ, ഇതൊക്കെയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് പഴയ കാലത്തെ വീടുകളും കൊട്ടാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മരത്തിന്റെ ഉരുപ്പടികളിലൊരു
ഒരു എന്താ പറയുക സമ്മറൈസ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കാണുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ എല്ലാവരും ഈ വഴി വരുമ്പോൾ നല്ലൊരു ഇത് കണ്ട് ഒരു നിമിഷം ഇവിടെ മുമ്പിൽ നിന്ന് നോക്കുകയാണ്. പ്രത്യേകിച്ച് പഴയ കാലത്തുള്ള പഴയ ആൾക്കാർ നമ്മൾ എന്താ പറയുക അമ്മാവന്മാരും അപ്പൂപ്പന്മാരും അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരൊക്കെ വരുമ്പോൾ തന്നെ ഇതൊന്ന് നോക്കുമ്പോൾ അവരൊന്ന് തൊട്ട് നോക്കും. ഇത് പഴയ കാലത്തുള്ള ആദാമിൻ്റെ ചായക്കടയുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പഴയൊരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. പഴയകാലത്തെ വിളക്കുകൾ, അതുപോലെ തന്നെ വാൽവ് റേഡിയോകൾ, അതിൻ്റെ വലിയൊരു നിര തന്നെയുണ്ട് ഇവിടെ. അവർ വളരെയധികം അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വാൽവ് റേഡിയോകൾ, അതുപോലെ തന്നെ പഴയ വിളക്കുകളുടെ ഒരു ശൃംഖല തന്നെ കാണാം നമുക്ക്. വളരെ ഭംഗിയുള്ള മനോഹരമായ വിളക്കുകൾ, കൈലുകൾ, ചിരട്ട കൊണ്ടുണ്ടാക്കിയ കൈലുകൾ കാണാം. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നതാണത്. പായസമൊക്കെ ഇളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണിത്. പെട്ടികളുടെ ഒരു നിര കാണാം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കൊണ്ടുള്ള പെട്ടികളാണിത്. പണ്ടുകാലത്ത് ആളുകൾ സാധനങ്ങൾ ശേഖരിച്ചിരുന്നത് ഈ പെട്ടികളിലാണ്. പെട്ടിമുക്ക് എന്നാണ് ആദാമിൻ്റെ ചായക്കടയിൽ അതിനെഴുതിയിരിക്കുന്ന പേര്. കുപ്പികളുടെ ഒരു നിരയാണ് നാം ഇനി കാണുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കുപ്പികൾ. അതുപോലെ തന്നെ ഏറ്റവും അപാരം ഇവിടുത്തെ ഗ്ലാസ്സാണ്. കോപ്പറിലുണ്ടാക്കിയ, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലാസ്സാണ് നമ്മൾ കാണുന്നത്. ഈ ഗ്ലാസ്സിൽ ആഹാരം കഴിക്കുന്നത് വളരെയേറെ ഗുണങ്ങളുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ഇത് ആദ്യം കാണുക, ആസ്വദിക്കുക, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോവുക. ഓക്കെ. ഹായ് അഗൈൻ. നമുക്ക് ഫുഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കേരള പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബീഫ് പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മഷ്റൂമിൻ്റെ ഒരു കറി പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ ചിക്കൻ്റെ ഒരു കറി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇതെന്താണ് പനീർ ബട്ടർ മസാല. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കണ്ട ആ തിക്ക് ഗ്രേവിയാണ്. ഇത് കോഴിക്കോട് തനത് ആ ഒരു ടേസ്റ്റാണ് ഇതുള്ളത്. വളരെ ലൂസായിട്ടുള്ളത് തിക്ക് ഗ്രേവിയാണ്. ഇതാണ് നമ്മൾ പൊറോട്ടയിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഓരോ കറിയും ടേസ്റ്റ് ചെയ്ത് പറയാനുള്ള പരിപാടിയാണ്. ഓക്കെ. ഇതിലിപ്പം മെയിനായിട്ട് ഹൈലൈറ്റ് ആയുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിൾ കുറുമയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ആ കട്ടി ഇത് കണ്ട് ആ ഒരു ഗ്രേവിയും എനിക്ക് തോന്നുന്നു സ്വയംഭ സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാവിന് തുമ്പത്തും നല്ല നൊസ്റ്റാൾജിക് രുചി തന്നെയാണ് വരുന്നത്. പിന്നെ അതേമാതിരി തന്നെ ചിക്കൻ്റെ നാളികേരപ്പാലിലാണ്. എനിക്കൊന്ന് നാളികേരപ്പാൽ തന്നെയാണ് കൂടുതലും അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ടേസ്റ്റ് വന്നു. വേറെ ഒരു കടകളിലും എനിക്ക് തോന്നുന്നു ലോകത്തെവിടെയും കിട്ടാൻ ചാൻസ് കുറവാണ് ഇത്രയും നാളികേരപ്പാലിൽ കറി എന്നുള്ളത്. അതായത് നിങ്ങൾ അനുഭവിച്ചറിയാൻ തന്നെ വേണം ഇവിടെ വരിക, എന്നിട്ട് ഇതൊന്ന് ഓർഡർ ചെയ്യുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. അടുത്തത് പനീർ ബട്ടർ മസാല. അത് പനീർ ബട്ടർ മസാല. ഇതാ പനീർ ബട്ടറിൻ്റെ ഒരു ചെറിയൊരു പീസാണുള്ളത്. അതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഗ്രേവി ആണെങ്കിലും എൻ്റെ ആ ഒരു റെസിപ്പി ആണെങ്കിലും വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയാണ്. പിന്നെ അതേപോലെ ചിക്കൻ്റെ പിന്നെ പറയാനില്ല, കാരണം നമ്മളെല്ലാവരും ചിക്കൻ്റെ ഒരു ഫേവറേറ്റ് ആണല്ലോ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ ചിക്കൻ്റെ ഐറ്റം ആണെങ്കിലും അത് വളരെ സോഫ്റ്റാണ്. നമുക്ക് ഗ്രേവി ആയിട്ടും നല്ല സോഫ്റ്റായിട്ട് ചിക്കനും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി ഇതിനെക്കാട്ടിയും ഭേദം. നമുക്കിപ്പം ഒരു സംശയം തോന്നില്ല, ഇപ്പോൾ ഏത് കറിയാണ് മെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കറിയും ഒന്നിനൊന്ന് മെച്ചം, ഏതാണ് മെച്ചം എന്ന് പറയാൻ നമുക്ക് അറിയില്ല, വാക്കുകളില്ല, കൺഫ്യൂഷനായി. ഓക്കെ, താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട് ടേസ്റ്റ്. ഹായ്, എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയ
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെയിറ്ററെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെ വരും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ആൾ ആദ്യമേ പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ആക്രാന്തം മൂത്ത് ഓർഡർ ചെയ്തപ്പോൾ കുറേ ഫുഡ് പറഞ്ഞു. പക്ഷെ അപ്പം തന്നെ ആൾ പറഞ്ഞു സാർ ഇത് കുറച്ച് അധികമാണ്. പക്ഷെ നമ്മൾ ശരി ആളെ റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഫുഡ് ശരി ആൾ ഓർഡർ ചെയ്ത് തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ കഴിച്ച് വന്നപ്പോൾ ലാസ്റ്റ് 2 പൊറോട്ട പിന്നെ അതുപോലെ കേരള പൊറോട്ട 2 വീറ്റ് പൊറോട്ടയും കൂടെ അധികം പറഞ്ഞു. അപ്പോൾ അധികം പറഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഓവറായോ എന്നൊരു സംശയമുണ്ട്. ശരിയല്ലേ? പക്ഷേ എൻ്റെ മകൻ അതെല്ലാം കാരണം ഇവർക്കൊരു എന്താ പറയുക ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് സെർവ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുഡ് പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. നമ്മൾ നോക്കിയാൽ കുറേ അധികം ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കണ്ടായിരുന്നു ഭക്ഷണ സാധനം ഒന്നും തന്നെ വേസ്റ്റ് എന്ന് പറയാൻ ചെറിയൊരു ഗ്രേവി ഞങ്ങൾ എക്സ്ട്രാ ഗ്രേവി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയാണ് ചേട്ടൻ എടുത്തു തന്നത്. അത് ചെറുതായിട്ടൊന്ന് ബാക്കിയായിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും തന്നെ ബാക്കിയല്ല. വെരി ഗുഡ്, ഗ്രേറ്റ്. ഏതായാലും നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വരണം, ഇതൊന്ന് എൻജോയ് ചെയ്യണം. ഇതൊന്ന് വളരെ രീതിയിൽ എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും തീർച്ചയായിട്ടും വരാം. ഓക്കെ, ബൈ. വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ സരിത മാഡം. എന്തെങ്കിലും 2 വാക്ക് പറയും. നല്ല ടേസ്റ്റാ. പനീർ ബട്ടർ മസാല. നമ്മുടെ മകനാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. കുറേ നാൾക്ക് ശേഷമാണ് വയറടിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോടുള്ള ഭക്ഷണം. കാരണം കോഴിക്കോട് മാത്രമേ ഇത് കിട്ടുള്ളൂ. അഹങ്കാരം കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പുറത്തായത്. പക്ഷേ ഇവിടുത്തെ ഒരു ടേസ്റ്റ് വേറൊരു സ്ഥലത്തും കിട്ടില്ല, സത്യം. അതേപോലെ തന്നെ നമുക്ക് കൈ കഴുകാനാണെങ്കിൽ ഇത് ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് ചെമ്പ് പാത്രങ്ങൾ കൊണ്ടുള്ള ഒരു എന്താ പറയാ ഒരു വാഷ് ബേസിൻ. എല്ലാവർക്കും വളരെ കൺവീനിയന്റ് ആണ്. അതിനെക്കാട്ടും ഉപരി ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടിയാണ്. കാരണം ഈ ഒരു ആംബിയൻസ് ഇവിടെ മാത്രമേ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. കൈ കഴുകി നമുക്ക് ആവശ്യത്തിന് പിന്നെ അതുപോലെ തന്നെ കൈ സോപ്പിട്ട് കഴുകാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് ആണ്. ഓക്കെ, ബൈ. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫാമിലിയാണ് പരിചയപ്പെട്ടത്. ഒരു ഫാമിലി തന്നെ ഇവിടെ ഉണ്ട്. അതിൽ ചേച്ചി എടുത്ത് ചോദിക്കാം. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളി ഫുഡാണ്. എന്താണ് ഇന്നത്തെ റെസിപ്പി ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത്? പാൽക്കപ്പയാണ് അവര് സെലക്ട് ചെയ്തത്. പാൽക്കപ്പ നല്ലൊരു ഫുഡാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ കണ്ടത് തിരുവനന്തപുരത്തുള്ള ഒരു വലിയൊരു ഫാമിലിയാണ്, വളരെ വലിയൊരു ഫാമിലിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അവര് തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം വന്നത് എനിക്ക് തോന്നുന്നത് ഈ ആവാദിന്റെ ചായക്കട. കാരണം ഒന്ന് ചേട്ടനിട്ട് തന്നെ ചോദിക്കാം, എന്ത് ചേട്ടൻ പേരെന്ന്? ഒരു മനോജ് യൂട്യൂബ് ചാനൽ ബ്ലോഗറാണ് ഇദ്ദേഹം. പറയൂ ചേട്ടാ, എന്താണ് ഇവിടെ വരാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് മക്കളെ കാണാൻ വേണ്ടി? കോഴിക്കോട് മക്കളെ കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അതിലൊക്കെ ഇവര് എന്താണ് മെയിൻ ആയിട്ട് ഫുഡ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഫുഡാണ് മെയിൻ ഹൈലൈറ്റ്. കാരണം ഫുഡ് 2 കിലോ കൂടി, അതാണ് 2 കിലോ കൂടണം. ഓക്കെ, അതാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ ബൈ. സ്വിച്ച് ഓൺ ക്രിയേഷൻ സെർച്ച് ചെയ്താൽ മതി.